ലക്നൗ ഇന്ന് അവസാന ഓവറിലാണ് കളി ജയിച്ചത്. അവർക്ക് മുംബൈ ടീം ഒരു എതിരാളി ആയിരുന്നില്ല. വളരെ സ്ലോയിലാണ് അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓവർ വരെ കളി നീണ്ടു. ഇന്ന് കളി ജയിച്ച ശേഷം രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വിജയത്തോടെ ലക്നൗ ടീം പ്ലേ ഓഫിലേക്ക് അടുത്തിരിക്കുകയാണ്. അവരിനി പുറത്താകാൻ സാധ്യത കുറവാണ്. ഇന്ന് മുംബൈക്കെതിരെ ജയിച്ച് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളിപ്പോൾ 80% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. പ്ലേ ഓഫിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് രാജസ്ഥാൻ ടീമിനെ ആയിരിക്കും. രാജസ്ഥാൻ ടീമിനെ പ്ലേ ഓഫിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. മുംബൈ ടീം എന്തായാലും പുറത്തായി. ഞങ്ങളിനി പ്ലേ ഓഫിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ജയിക്കണം. ഇപ്രാവശ്യം കപ്പ് നേടിക്കൊടുക്കണം. അതാണ് എൻ്റെ ഡ്രീം. പക്ഷേ ഇന്ന് മുംബൈ ടീം ഞങ്ങൾക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. വളരെ ഈസി ആയിട്ടാണ് ഞങ്ങൾ കളി ജയിച്ചത്. ഞങ്ങൾ പതിയെയാണ് ഇന്ന് കളിച്ചത്. കാരണം മുംബൈ ടീമിന് അത്ര സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കി. ഈ IPLൽ എല്ലാവരും പേടിക്കുന്ന ടീം രാജസ്ഥാനാണ്. ഒരുവിധം എല്ലാ താരങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും രാജസ്ഥാൻ ടീം ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സഞ്ജു ഉറപ്പായിട്ടും രാജസ്ഥാന് കപ്പ് നേടിക്കൊടുക്കും. അതേസമയം തന്നെ പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. അവരിപ്പോൾ IPL നിന്ന് പുറത്തായിരിക്കുകയാണ്. മുംബൈ ഫാൻസ് നിരാശയിലാണ്. ഇന്നത്തേത് ഡു ഓർ ഡൈ മാച്ചായിരുന്നു. അതിൽ മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. മുംബൈക്ക് ഇന്ന് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. ആരും തന്നെ ഫോമായില്ല. രോഹിത് ശർമ്മ, സൂര്യ, ഹാർദിക് തുടങ്ങി എല്ലാവരും ഫ്ലോപ്പായി. ഹാർദിക് പാണ്ഡ്യ ഗോൾഡൻ ഡക്കിലാണ് പുറത്തായത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പാണ്ഡ്യ മോശമാണ്. ക്യാപ്റ്റൻസി എന്താണെന്ന് പാണ്ഡ്യയ്ക്ക് അറിയില്ല. എന്തിനാണ് പാണ്ഡ്യയെ മുംബൈ ടീമിൽ എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മുംബൈ ടീം ഇപ്പോൾ പുറത്താക്കാൻ കാരണം പാണ്ഡ്യ തന്നെയാണ്. എന്തായാലും അടുത്ത സീസണിൽ മുംബൈ തിരിച്ചു വരുമെന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.